കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് കോഴ്സുകളെക്കുറിച്ച് കേൾക്കാറുണ്ട് അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മൈക്രോബയോളജി, ബയോടെക്നോളജി, ഹിസ്റ്ററി, ആർക്കിയോളജി, ആന്ത്രപ്പോളജി. എന്നാൽ കോമൺ ആയിട്ട് കേൾക്കാത്തൊരു സബ്ജക്റ്റാണ് യോഗിക് സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞ പല കുട്ടികളോടും ചോദിക്കുമ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട്, എന്തിനാണ് ഈ പറയുന്ന സബ്ജക്റ്റ്, സയൻസ് ഞാൻ എടുത്ത് പഠിച്ചതെന്ന് അറിയില്ല, എനിക്കിനി വേറെ ഏത് സബ്ജക്റ്റ് പഠിക്കാനായിട്ട് സാധിക്കും, സയൻസ് സബ്ജക്റ്റുകളൊന്നും പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എടുത്ത കുട്ടികൾ ചിലപ്പോൾ പറയാറുണ്ട്, +2 പഠിച്ച സബ്ജക്റ്റ് ഹയർ സ്റ്റഡീസിന് വലിയ താല്പര്യമില്ല, അല്ലാതെ വേറെ എന്തെങ്കിലും കോഴ്സസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു കോഴ്സാണ് യോഗിക് സയൻസ് എന്ന് പറയുന്നത്. ഈ യോഗിക് സയൻസ് എന്ന് പറയുമ്പോൾ അത് ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ എന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരിക്കലും അതങ്ങനെയല്ല. ഇതൊരു സയൻസ് തന്നെയാണ് യോഗിക് സയൻസ് എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ, അതായത് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഏറ്റവും അധികം ബൂം ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വെൽനസ് ഇൻഡസ്ട്രിയാണ്. ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കാണുന്നതൊക്കെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഡയറ്റിങ്, ന്യൂട്രീഷൻ, എക്സസൈസസ്, ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ചാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നൊരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം സ്ഥാനമുണ്ട്. കാരണം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് BSc ഇൻ യോഗിക് സയൻസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന +2 പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും, അതായത് സ്ട്രീം സ്പെസിഫിക് അല്ല ഇത്, ഏതൊരു കുട്ടിക്കും ഈ പറയുന്ന കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാമെന്ന് പറയുമ്പോൾ എവിടെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എവിടെ പഠിക്കണം എന്ന് കൺഫ്യൂഷൻ തോന്നാം. അപ്പോൾ ഈ കോഴ്സ് പഠിക്കാനായിട്ട് ഇന്ത്യയിൽ കുറച്ച് യൂണിവേഴ്സിറ്റീസാണ് ഉള്ളത്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അതിൽ ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിൽ യോഗിക് സയൻസ് പഠിക്കാനായിട്ട് അത്യാവശ്യം നല്ല സിലബസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ പറഞ്ഞ സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ +2 കഴിഞ്ഞു, ഈ പറയുന്ന BSc യോഗിക് സയൻസിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പഠിക്കാനുള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. ഇതിലൊരിക്കലും ഒരു മതത്തിനെ പറ്റിയും പഠിക്കാനില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മളുടെ യോഗ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സയൻസാണ്. അതായത് നമ്മുടെ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ സിലബസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൽ പഠിക്കാനുള്ളത് ഹ്യൂമൻ അനാട്ടമി പഠിക്കാനുണ്ട്, പിന്നെ ഫിസിയോളജി പഠിക്കാനുണ്ട്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ഓരോ ഇയറും നമ്മൾ പഠിക്കുമ്പോൾ, അതായത് BSc എന്ന് പറയുമ്പോൾ 3 വർഷമാണെന്നറിയാമല്ലോ. അപ്പോൾ ആദ്യത്തെ വർഷം എന്ന് പറയുമ്പോൾ ബേസിക് ഓഫ് യോഗ, എന്താണ് യോഗ എന്ന് പറയുന്നത്, അതായത് ബോഡിയുടെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഓരോ ശരീരഭാഗവും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് അത് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിപ്പിക്കുന്നത്. യോഗ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് പതഞ്ജലി ആണ്. കാരണം പതഞ്ജലിയാണ് യോഗശാസ്ത്ര എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അഷ്ടാംഗ യോഗ എന്ന് പറയുന്നതല്ല ആദ്യം പഠിക്കുന്നത്. ആദ്യം ഈ പറയുന്ന യോഗയുടെ ബേസിക് കാര്യങ്ങൾ, നമ്മൾ ബോഡിയെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ഒക്കെ പഠിച്ചതിന് ശേഷം ഇതിൽ ഉപനിഷത്തും ഫിലോസഫിയും ഒക്കെ പഠിക്കുന്നുണ്ട്. കാരണം ഇത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന എല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ 2 വർഷങ്ങളിൽ നമ്മൾ ഈ പറയുന്ന അനാട്ടമിയും ഫിസിയോളജിയും പഠിക്കുന്നതിൻ്റെ ഒപ്പം മനസ്സിനെക്കുറിച്ചും സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കും. ഫൈനൽ ഇയറിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് ന്യൂട്രീഷനെക്കുറിച്ചും, അതായത് സാത്വിക് ഫുഡ്, എങ്ങനെയാണ് ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നതെന്നും അത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ വളർച്ചയെയും മാനസിക വളർച്ചയെയും മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കൗൺസിലിംഗ്, നോർമലി നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോഴാണ് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതലും സബ്ജക്റ്റുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന യോഗിക് സയൻസിൽ സൈക്കോളജിയെക്കുറിച്ച് അത്യാവശ്യം ഡെപ്തിൽ പഠിക്കുന്നുണ്ട്, കൗൺസിലിങ്ങിനെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്
യോഗിക് സയൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ച് നമ്മൾ മടുത്തു, അല്ലെങ്കിൽ ഹിസ്റ്ററി, ഇതൊന്നും നമുക്ക് ഡെപ്തിൽ പഠിക്കാൻ താല്പര്യമില്ല. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം, അതിൻ്റെ ബേസ് നോളജ് നമുക്കുണ്ട്, വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല പക്ഷേ എന്നാൽ പഠിച്ചാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോഴ്സിൽ ഇതെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ ഈ വേറെ ഒരു ലെവലിലാണ് ഇത് പഠിപ്പിക്കുന്നതും നമ്മൾ അറിയുന്നത്. ഇനി ജോലി സാധ്യതയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഇന്ന് വെൽനസ് കോച്ച് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. വലിയ കമ്പനികൾ എടുക്കുക, അവിടെ അവർ വെൽനസ് കോച്ചിനെ വെക്കാറുണ്ട്. കാരണം എന്താണ്? ഒരു എംപ്ലോയിയുടെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും അത്യാവശ്യമാണ് ആ കമ്പനിക്ക്. അവർ വർക്ക് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള വലിയ വലിയ കമ്പനീസിലെല്ലാം തന്നെ ഹെൽത്ത് കോച്ചസ്, വെൽനസ് കോച്ചസ്, ഇങ്ങനെയുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നടത്തുന്ന കോച്ചസിനെയൊക്കെ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ ഈ യോഗിക് സയൻസ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇൻസ്ട്രക്ടറായിട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി അതുകൂടാതെ നമുക്കറിയാം ആയുഷ് മിനിസ്ട്രിയിൽ ഈ യോഗിക് സയൻസ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിലും ഒരുപാട് ജോബ് സാധ്യതകൾ ഉണ്ട്. ഇനി നമ്മളുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യോഗ ഒരു ഘടകമാണ്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ കുട്ടികളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മെൻ്റൽ സ്ട്രെസ്സാണ്, ആങ്സൈറ്റി ഇഷ്യൂസാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു അറ്റൻഷൻ ഇല്ല. ഇങ്ങനെ ഒരു ഇതിൽ നമുക്ക് സഹായം ആവശ്യമാണ്, അല്ലേ? നമ്മളൊരു കൗൺസിലറിൻ്റെയോ ഒരു ഡോക്ടറിൻ്റെയോ സഹായം മാത്രം നമുക്ക് നേടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു കണ്ടിന്യൂസ് നമ്മളുടെ കുട്ടീനെ ഇൻസ്ട്രക്റ്റ് ചെയ്ത് കോച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ജിമ്മിലൊന്നും പോകാനായിട്ട് കുട്ടികൾക്ക് താല്പര്യവും ഉണ്ടാവില്ല. അവിടെയാണ് ഈ പറയുന്ന സയൻസിൻ്റെയും ഈ പറയുന്ന വ്യക്തികൾക്കുണ്ടാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. സ്വന്തമായി ഒരു ഓൺട്രപ്രണർ ആവാനായിട്ടും ഈ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് സാധിക്കും. നിങ്ങൾക്കൊരു യോഗ സ്റ്റുഡിയോ നടത്താനായിട്ട് സാധിക്കും. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എല്ലാ യോഗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെയൊക്കെ തന്നെ യോഗ ഇൻസ്ട്രക്ടറായിട്ടും യോഗ തെറാപ്പിസ്റ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ വലിയ വലിയ ഹോട്ടൽസ് എടുത്ത് നോക്കൂ, അവിടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ ഈ പറയുന്ന പോലെ യോഗയുടെയും മെഡിറ്റേഷൻ്റെയും ഒക്കെ ക്ലാസ്സസ് നടക്കാറുണ്ട്. സോ എല്ലാ മേഖലയിലും ഇന്ന് ജോലി സാധ്യത ഉള്ള ഒരു സബ്ജക്റ്റാണ് യോഗിക് സയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് യോഗിക് സയൻസ് എന്ന് പറയുന്നത്. സോ മടുപ്പില്ലാതെ പഠിക്കാനും എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായി അധ്വാനിക്കണം, സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കോഴ്സ് നല്ലൊരു കോഴ്സാണ്. സോ യോഗിക് സയൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അവിടെ പോയാൽ ആ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. ഓരോ സെമസ്റ്ററിലും നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കത് സ്യൂട്ടബിൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോഴ്സ് എടുത്ത് പഠിക്കുക.